ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാമീസ് ബോട്ടിക്. ബിഗിനേഴ്സിന് വേണ്ടി നൈറ്റിയുടെ ചെറിയൊരു നെക്ക് ഡിസൈനും അതോടൊപ്പം സിപ്പ് അറ്റാച്ചിങ് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഒരു നൈറ്റിയുടെ തുണി കട്ട് ചെയ്ത് സ്ക്വയറിലുള്ള ഒരു നെക്കാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏത് തരത്തിലുള്ള നെക്ക് ഡിസൈൻ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഇതേ മെത്തേഡിലൂടെ അതിനെ നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ നെക്കിന് വേണ്ടി ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് യൂസ് ചെയ്താൽ ഒരുപാട് നല്ല രീതിയിൽ റെഡിമെയ്ഡ് നൈറ്റിയെ പോലെ പെർഫെക്ഷനായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായ തുണി എടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ നൈറ്റിയുടെ ബാക്കി തുണി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റിയുടെ പ്രിന്റിനനുസരിച്ചുള്ള കളറുകൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള തുണികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഈ നൈറ്റിയിലൊരു ആ ഫ്ലവറിനനുസരിച്ചുള്ളൊരു സ്കൈ ബ്ലൂ കളറ് തുണിയാണ് എടുത്തുള്ളത്. അപ്പോൾ ഇത്ര വലിയ തുണിയൊന്നും ആവശ്യമില്ല. നൈറ്റിക്ക് ആ നെക്കിന് ആവശ്യമായ മാത്രം വീതിയിലുള്ള ഒരു തുണി നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ നൈറ്റി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തെ ആ തുണിയിൽ മെല്ലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്ക്വയർ ചെയ്ത് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് ഞാൻ 2 ഇഞ്ച് വീതിയിലാണ് നെക്കിൻ്റെ ഇത് കൊടുക്കുന്നത് വീതി. അപ്പോൾ അതിനനുസരിച്ച് 2 ഇഞ്ച് മൊത്തമായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കതിന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നൈറ്റിയുടെ ഡിസൈൻ എങ്ങനെയാണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾക്ക് വീതി കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. സ്ക്വയറിന് പകരം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഫ്ലവറിൻ്റെ ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ഒക്കെ ആയിട്ടൊക്കെ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. മേൽഭാഗം സ്ക്വയർ ആണെങ്കിലും കുഴപ്പമില്ല. പുറം വശത്തേക്ക് ഭാഗത്തേക്ക് നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിസൈന് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മുടെ മേൽഭാഗം നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. തുണിയെ നൈറ്റി പീസിൻ്റെ ചീത്തവശവും ലൈനിങ് പീസിൻ്റെ, അതായത് നമ്മുടെ നെക്കിനെടുത്ത പീസിൻ്റെ ചീത്തവശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അതൊരു 1/4 ഇഞ്ച് വീതി കൊടുത്തിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പിന്നോ മുട്ടുസൂചിയൊക്കെ എടുത്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറെ നല്ല രീതിയിൽ ചെയ്തെടുക്കാം. പിരിച്ചിലൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് അവിടെ ഒരു 1/4 ഇഞ്ചിൽ വിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. അത് മറക്കരുത്, അത് മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ നൈറ്റിൻ്റെ അതേ കറക്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സിസർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം മറിച്ചിടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മറിച്ചിടാൻ വേണ്ടി തുന്നിൽ തട്ടാതെ അത് ശ്രദ്ധിക്കണം. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കതിനെ മറിച്ചിട്ട് നല്ല വൃത്തിയിൽ മറിച്ചിടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉൾവശത്തെ പീസ് നമുക്ക് കാണാൻ ഇടവരരുത്. ഇത് ഓക്കെ, നല്ല രീതിയിൽ മറിച്ചിട്ടതിന് ശേഷം നമുക്കതിനെ പതിച്ചടി കൊടുക്കുക. മൊത്തമായിട്ടും നമ്മൾ വെച്ച നെക്ക് ഡിസൈനിന് അനുസരിച്ച് പതിച്ചടി കൊടുക്കുക. അതിനുശേഷം മറുവശം നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് സാറ്റിൻ തുണി ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് തയ്ച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾ കോട്ടണിലൊക്കെ ക്യാൻവാസൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ സൈഡ് വശം 1 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉൾഭാഗത്തേക്കാക്കി വെച്ചിട്ട് മൊത്തമായിട്ടും തയ്ച്ചെടുക്കുക. നെക്ക് ഡിസൈൻ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അടിവശത്തെത്തുന്ന സമയത്ത് മൊത്തമായിട്ട് തയ്ച്ച് പോവാതെ കുറച്ച് നിർത്തി കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്വയറിൻ്റെ മറുവശം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം തയ്ച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ രണ്ടും വ്യത്യാസ അളവിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങൾ ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് വേണം അവിടെ നിന്ന് അങ്ങോട്ട് നീഡിൽ മാറ്റിയിട്ട് തയ്ച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ മൊത്തമായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നൈറ്റിക്ക് വേണ്ടിയുള്ള സിബ് നമുക്ക് ബട്ടൺ ഹൗസിലൊക്കെ പോയാൽ കിട്ടുന്നതാണ്. ഇനി ഫ്രോക്കിൻ്റെ സിബ് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഫ്രോക്കിൻ്റെ സിബ് സാധാരണയായിട്ട് കുറച്ച് നീളം കൂടുതലായിരിക്കും. നൈറ്റിക്ക് നമുക്ക് അത്ര നീളം ആവശ്യമില്ല. അപ്പോൾ ആദ്യം അതിന് വേണ്ടി നമുക്ക് അതിൻ്റെ സെൻറ്റർ പോയിന്റ് നെക്കിൽ ടാപ്പ് എടുത്ത് നോക്കുക. അതിൻ്റെ സെൻറ്റർ എവിടെയെന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടുന്ന് താഴോട്ട് നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ സിബിന് എത്ര നീളമാണോ വേണ്ടത് അതിനനുസരിച്ച് നീളം അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സിബ് വെക്കുന്നതിന് മുന്നേ നമ്മൾ ക്യാൻവാസുകളൊന്നും വേറെ വെക്കാത്തത് കൊണ്ട് തന്നെ സാധാരണ ഒരു ചെറിയ തുണി എടുത്തിട്ട് വേസ്റ്റ് തുണി എടുത്തിട്ട് നമുക്കതിനെ ആദ്യം ഒരു കട്ടിക്ക് വേണ്ടി വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ എടുത്ത സിബിൻ്റെ നീളത്തിനനുസരിച്ച് ആ തുണിയുടെ നീളം എടുക്കുക. വീതി വേണം ഒരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അതിനനുസരിച്ചുള്ള ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ടത് നേരിട്ട് നമ്മുടെ
നെക്കിൽ നമ്മൾ വെച്ച ആ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ നൈറ്റിയുടെ തുണി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുകയാണ് ആ ഒരു നല്ല ഭംഗി കിട്ടും. കാരണം വേറെ കളറാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു അഭംഗിയായിട്ട് നമുക്ക് തോന്നും. എൻ്റെ കയ്യിൽ ഞാൻ ചെറിയൊരു കുറഞ്ഞ മീറ്റർ തുണി വിലയുള്ള നൈറ്റിയാണ് വാങ്ങിയത് കൊണ്ട് തന്നെ ഇതിന് തുണി തികയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തുണി ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന അതിൻ്റെ മുകൾ വശം ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഒരു ജസ്റ്റ് സൂചി പിന്നുകൊണ്ടൊന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചെടുത്തത് ആ സെൻട്രൽ ലൈനിൽ കൂടെ ഒരിക്കലും ചെയ്യരുത്. അതിന് തൊട്ടപ്പുറത്തേക്ക് കൂടി തയ്ച്ചെടുക്കുക. എന്നിട്ട് തിരിച്ചും മുകളിലോട്ട് വരെ തയ്ച്ചെടുക്കുക. അങ്ങനെ മൊത്തമായിട്ടും തയ്ച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അവിടെയാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇതൊക്കെ ഭയങ്കര സ്പീഡിൽ ചെയ്യേണ്ട ഒരു പണിയല്ല. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ ലൈന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സിബ് അറ്റാച്ചിങ്ങിൽ നമുക്കൊരു പ്രശ്നമായി വരും. അതുകൊണ്ട് ലൈന് കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ട് അതിൽ തട്ടാതെ അതിൻ്റെ കുറച്ച് മാറിയിട്ടാണ് തയ്ച്ചെടുക്കുക. അടിവശത്ത് എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ വി ഷേപ്പിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്വയർ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആ പോയിന്റിൽ തട്ടാതെ വേണം തയ്ച്ചു കൊടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നൈറ്റി സിബ് ഇല്ലാത്തതുകൊണ്ട്, കാരണം ഒരു ഫ്രോക്കിന് എടുത്തൊരു സിബാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ചധികം നീളമുണ്ട്, നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. അതിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി സിബിൻ്റെ നല്ല വശം എടുക്കുക. സിബിന് നമുക്ക് സാധാരണ ഓപ്പൺ വശമുണ്ട്. അതിന് മുന്നേ നമുക്ക് നമ്മളെടുത്ത തുണിയോ ഒന്ന് മടക്കി പതിച്ചടി കൊടുക്കണം. അവിടെ ഉൾവശത്തേക്കായിട്ട് നമ്മളെടുത്ത തുണിയോ ഒന്ന് മടക്കി കൊടുത്തിട്ട് മൊത്തമായിട്ടും അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ സിബ് അറ്റാച്ചിങ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി സിബിൻ്റെ നല്ല വശം എടുത്തിട്ട് അതിൻ്റെ മേൽഭാഗം ഒരു പോയിന്റ് ഉണ്ടാവും, സിബ് കൂടി ചേരുന്ന ആ ഭാഗത്ത് നമുക്കൊന്ന് മടക്കി കൊടുക്കണം ആദ്യം. എന്നിട്ട് ആ മടക്കിൽ നൈറ്റിയുടെ ഫ്രണ്ടിൻ്റെ മുകൾ വശം നല്ല രീതിയിൽ വെച്ചിട്ട് ഒരേ സെയിം അളവിൽ തന്നെ വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ. സിബ് ഒന്ന് മുകളിലോട്ടും ഇത് താഴോട്ടും ആയാൽ അതിൻ്റെ ഒരു വൃത്തി നഷ്ടപ്പെടും. അപ്പോൾ രണ്ടും ഒരേ സെയിം അളവിൽ വെച്ചിട്ട് മൊത്തമായിട്ടും തയ്ച്ചെടുക്കുക. സാധാരണയായിട്ട് ചില മെഷീനുകൾക്ക് സിബിന് വേണ്ടി വേറെ ഫൂട്ടൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിൽ തന്നെ പതുക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും നൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് ഈ നൈറ്റിൽ നിന്നുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ എക്സ്ട്രാ വന്ന പീസിൽ നിന്നും നമുക്കൊരു 3 ഇഞ്ച് വീതിയിലും 7 ഇഞ്ച് നീളത്തിലും, അതായത് 7 ഇഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എടുത്ത സിബിൻ്റെ നീളമാണ്. അപ്പം നിങ്ങളെടുത്ത സിബിൻ്റെ നീളം എത്രയാണോ എന്ന് നോക്കുക, അതിനനുസരിച്ച് അതിൻ്റെ നീളം എടുക്കുക. ഒരു എക്സ്ട്രാ 1 ഇഞ്ച് സിബിൻ്റെ നീളം കറക്റ്റ് എടുക്കുക, അതിനേക്കാൾ 1 ഇഞ്ച് ഏറെ എടുക്കണം. കാരണം അടിവശത്ത് നമുക്കൊന്ന് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ തുണിയുടെ മോൾ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗം നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് ഇതുപോലെ നമ്മുടെ എടുത്ത സിബിൻ്റെ നേരെ മുകളിൽ വെച്ചിട്ട് ഇതിനെ മടക്കിയെടുക്കുക. എന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഫോൾഡുള്ള ഭാഗം സിബുമ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. അടിവശത്തെത്തുമ്പോൾ അതിന് ഉൾവശത്ത് ഒരു മടക്കും കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് വേണം അവിടെ മടക്കി വെച്ച് തയ്ച്ചെടുക്കാൻ. ഓക്കെ, അടിവശം നല്ല രീതിയിൽ പതുക്കെ തയ്ച്ചു കൊടുക്കേണ്ടതാണ്. അടിവശത്ത് ഒന്ന് ലോക്ക് ചെയ്തിട്ട് അവിടെ നീഡിൽ നിർത്തി എന്നിട്ട് ഒന്ന് തിരിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മുകൾ വശത്തു നിന്ന് വീണ്ടും തയ്ച്ചെടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മൾ ഒരിക്കലും ഫാസ്റ്റായിട്ട് ചെയ്യരുത്, കാരണം നീഡിലും സിബും കൂടി തമ്മിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പതുക്കെ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്ച്ചെടുത്ത ഭാഗം ഒന്ന് മറിച്ചിടുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് പതിച്ചടി കൊടുക്കുക. ഇതുപോലെ പതിച്ചടി കൊടുത്തതിന് ശേഷം അടിവശത്തു നിന്ന് നമുക്ക് അവിടെ ഒരു സ്ക്വയർ രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരു വി ഷേപ്പിലോ ഒക്കെ നിങ്ങൾക്ക് അതിനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അത് ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പുകൾ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് എത്ര സിബ് വേണ്ടത് എന്നുള്ളതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ ആദ്യം എടുത്ത സിബിൻ്റെ നീളത്തിനേക്കാൾ നിങ്ങൾക്ക് കുറവ് മതി തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചും മേൽവശത്തേക്ക് വരെ നിങ്ങൾക്ക് അതിനെ ഒരു പെട്ടി പോലെ അങ്ങനെ അതിനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നൈറ്റിയുടെ സിബ് അറ്റാച്ചിങ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഡീറ്റെയിൽ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വീഡിയോ ലെങ്തായി തോന്നുന്നത്. അതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായി തന്നെ എൻ്റെ
സബ്സ്ക്രൈബേഴ്സ് കേൾക്കണം എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള വശത്തുള്ള ബാക്കിയുള്ള എക്സ്ട്രാ സിബൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, വളരെ നല്ല രീതിയിൽ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ഡിസൈനാണ് ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തുള്ള അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.